മോർണിംഗ് ടു ഓൾ, വെൽക്കം ടു എഡ്യൂലൈൻ. സോ നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് ഗ്രാഫ് ട്രാവേഴ്സൽസ്. ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും നമ്മൾ നോഡിനെ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ട്രാവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ രണ്ട് രീതിയിൽ നമുക്ക് ട്രാവേഴ്സിംഗ് ഉണ്ട്. അതിനെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് DFS, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ദാറ്റ് ഈസ് BFS. ഓക്കെ, അപ്പോൾ DFSഉം BFSഉം ആണ് നമ്മൾ ഗ്രാഫിൽ ട്രാവേഴ്സ് ചെയ്യുന്ന മെത്തേഡുകൾ. ഓക്കെ, ഇനി DFS ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് ആയിരിക്കും. ഓക്കെ, ഇനി BFS അതായത് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് ആണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ക്യൂ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. DFS നമ്മൾ സ്റ്റാക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്, BFS നമ്മൾ ക്യൂ യൂസ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതെങ്ങനെ പെർഫോം ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതാണ് DFSന്റെ അൽഗോരിതം. ഫസ്റ്റ് നമ്മൾ DFS ആണ് നോക്കുന്നത്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. സോ DFSന്റെ അൽഗോരിതം നോക്കുക. വിസിറ്റഡ് V is equal to ട്രൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളിപ്പോൾ ഒരു നോഡിനെ വിസിറ്റ് ചെയ്താൽ നമ്മൾ ആ നോഡിനെ എന്താക്കി വെക്കുക? ട്രൂ ആക്കി വെക്കുക. ഇനി ഫോർ ഈച്ച് വെർട്ടെക്സ് W അഡ്ജസെന്റ് ടു V, അതായത് വിക്ക് അഡ്ജസെന്റ് ആയിട്ട് വരുന്ന W എന്ന് പറഞ്ഞ വെർട്ടെക്സിൽ നമ്മൾ എന്തൊക്കെയാണ് പെർഫോം ചെയ്യേണ്ടത്? ഇഫ് നോട്ട് വിസിറ്റഡ് W, അപ്പം വിസിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താ ചെയ്യുക? DFS ഓഫ് W. ഓക്കെ, അപ്പോൾ DFS പെർഫോം ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു അൽഗോരിതം ആണ്. സോ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഡെപ്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്യുക? ഓരോ നോഡിനെ വിസിറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെ പെർഫോം ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഇതാണ് നമ്മുടെ എക്സാമ്പിൾ. ഈ ഒരു ഗ്രാഫാണ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിപ്പോ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് V1 എന്ന നോഡിൽ നിന്നാണ്. ഈ ഗ്രാഫ് അൺഡയറക്റ്റഡ് ഗ്രാഫാണ്, കാരണം ഇതിന് ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, എങ്ങോട്ട് വേണേലും പോകാം. ഓക്കെ, അപ്പൊ അൺഡയറക്റ്റഡ് ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ഒരു എക്സാമ്പിൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് DFSന്റെ തന്നെ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റഡ് ഗ്രാഫ് ആകുമ്പോൾ ഈ എഡ്ജിന് ആരോ വരും, എഡ്ജസിന് എല്ലാം ഓരോ ആരോ കാണും. ഓക്കെ, അപ്പൊ ആ ആരോയ്ക്ക് അനുസരിച്ചിട്ടായിരിക്കും എങ്ങോട്ടാ പോകുന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ എഡ്ജസിന് ആരോ ഇല്ല, സോ ഇതെന്താണ്? ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. സോ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പം ആദ്യം എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന V1 എന്ന നോഡിൽ നിന്നാണ്, ഈ ഒരു നോഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം സ്റ്റാക്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഫസ്റ്റ് സ്റ്റാക്കിനെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ആദ്യം എന്ത് ചെയ്തു? V1നെ വിസിറ്റ് ചെയ്തു. ഓക്കെ, V1നെ വിസിറ്റ് ചെയ്തു. സോ 1, അതായത് ഇവിടെ 1 എന്ന് ഉദ്ദേശിക്കുന്ന V1 ആണ്. ഓക്കെ, അപ്പം V1നെ ഞാൻ വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തതിനു ശേഷം ഞാൻ എന്താക്കണം? ഇപ്പൊ വിസിറ്റഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ട്രൂ ആക്കി മാറ്റണമെന്നാണ് ഇവിടെ അൽഗോരിതത്തിൽ പറയുന്നത്. സോ ഞാൻ അതിനെ ട്രൂ ആക്കി. T മീൻസ് ട്രൂ. ഓക്കെ, ഇനി നോക്കുക, V1ൽ നിന്ന് എനിക്ക് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? V1ൽ നിന്ന് V2ലേക്കും പോകാം, V3ലേക്കും പോകാം, അല്ലെ? V1ൽ നിന്ന് V2ലോട്ടും V3ലേക്കും. സോ ഞാൻ V1ൽ നിന്ന്, അപ്പം ഞാൻ ഇതിനെ വിസിറ്റ് ചെയ്തു. വിസിറ്റ് ചെയ്തതിന് ശേഷം അതിനെ ട്രൂ ആക്കി. ട്രൂ ആക്കിയതിന് ശേഷം എന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതായത് ഞാൻ V1നെ വിസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എന്റെ ഔട്ട്പുട്ടിൽ 1 വന്നു. ഓക്കെ, ഇനി ഞാൻ വിസിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? V2ലേക്കും V3ലേക്കും പോകാൻ പറ്റും, അല്ലെ? അപ്പൊ ഞാൻ നെക്സ്റ്റ് V2ലേക്കും പോകാം, V3ലേക്കും പോകാം. സോ എന്റെ സ്റ്റാക്കിൽ 2ഉം 3ഉം ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, ഇനി എന്താ ചെയ്യുക? ഇപ്പൊ 1നെ ഞാൻ വിസിറ്റ് ചെയ്തു, ട്രൂ ആക്കി. അതിനുശേഷം എന്ത് ചെയ്യും? എന്റെ ഔട്ട്പുട്ടിൽ ഞാൻ 1 എഴുതി. ഓക്കെ, ദെൻ ഇനി എനിക്ക് നെക്സ്റ്റ് 2 ആണ്, അല്ലെ? അപ്പൊ 2ൽ നിന്ന് ഞാൻ പോകാൻ പോകണം. അപ്പൊ ഞാനിപ്പോ 2ലാണ് വന്ന് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2ൽ നിന്ന് ഞാൻ നെക്സ്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പൊ 2ൽ വരുമ്പോൾ ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് സ്റ്റാക്കിനെ ക്രിയേറ്റ് ചെയ്തു. ദെൻ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 2നെ ഞാൻ വിസിറ്റ് ചെയ്തു. ഓക്കെ, 2നെ ഞാൻ ഫസ്റ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അതിനെ ട്രൂ ആക്കണം, അല്ലെ? സോ ഞാൻ ഇതിനെ ട്രൂ ആക്കി. ഇനി എനിക്ക് 2ൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? 4ലേക്കും 5ലേക്കും, അതായത് V4ലേക്കും V5ലേക്കും എനിക്ക് പോകാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? 2വിനെ ഞാൻ ഔട്ട്പുട്ട് ചെയ്തു. ഓക്കെ, അപ്പം 2വിനെ ഞാൻ വിസിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? ഞാൻ അതിനെ ഔട്ട്പുട്ട് ചെയ്തു. ഓക്കെ, ദെൻ എനിക്ക് എങ്ങോട്ടൊക്കെ പോകാമെന്നാ പറഞ്ഞത്? V4ലേക്കും പോകാമെന്ന് പറഞ്ഞു, V5ലേക്കും പോകാമെന്ന് പറഞ്ഞു, അല്ലെ? സോ ഞാൻ V4ലേക്കും V5ലേക്കും പോകാൻ പറ്റി. ഓക്കെ, ദെൻ ഇനി എന്താ ചെയ്യുക? ഇനി എനിക്ക് 4 ആണ് നെക്സ്റ്റ് ഉള്ളത്, അല്ലെ? അപ്പം വിസിറ്റ് ചെയ്ത് ട്രൂ ആയതിനു ശേഷം എനിക്ക് നെക്സ്റ്റ് താഴെ കിടക്കുന്നത് 4 ആണ്. സോ 4ൽ നിന്ന് ഞാൻ എങ്ങോട്ടാ പോകുന്നത്? സോ ഞാൻ 4ൽ നിന്നും ഞാൻ പുതിയൊരു പോവാണ്, അടുത്ത നോഡിലേക്ക് പോവാണ്. സോ ഞാൻ നെക്സ്റ്റ് സ്റ്റാക്ക് ക്രിയേറ്റ് ചെയ്തു. സോ 4 അതിനെ ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 4നെ ഞാൻ ട്രൂ ആക്കി കഴിയുമ്പോൾ എന്റെ ഔട്ട്പുട്ടിൽ 4 വരും. സോ എന്റെ ഔട്ട്പുട്ടിൽ 4 വന്നു. ദെൻ 4ൽ നിന്ന് എനിക്ക് എങ്ങോട്ടൊക്കെ പോകാം? എനിക്ക് 4ൽ നിന്ന്, അതായത് V4ൽ നിന്ന് എനിക്ക് V8ലോട്ടും പോകാം, V2ലേക്കും പോകാം. ഓക്കെ, കാരണം ഇത് ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. സോ എനിക്ക് V4ന്ന് V2ലോട്ടും പോകാം, V4ന്ന് V8ലേക്കും വരാം, അല്ലെ? അങ്ങനെയാണെങ്കിൽ 2ലേക്കും പോകാം, 8ലേക്കും പോകാം. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ് ഇവിടെ 2, 8ഉം കൊടുത്തത്. കാരണം V4ന്ന് എനിക്ക് 2ലേക്കും പോകാം, 8ലേക്കും പോകാം, V8ലേക്കും പോകാം. കാരണം എന്താണ്? ഇവിടെ ഞാൻ ഡയറക്ഷൻ കൊടുത്തിട്ടില്ല, അല്ലെ? എങ്ങോട്ട് പോകണം എന്നുള്ള ഡയറക്ഷൻ എഡ്ജിന് കൊടുത്തിട്ടില്ല. അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. അതുകൊണ്ട് എനിക്ക് ഒന്നെങ്കിൽ V2ലേക്ക് തന്നെ പോകാം, അല്ലെങ്കിൽ V8ലേക്ക് പോകാം, അല്ലെ? സോ ഞാനത് 2, 8ഉം വെച്ചിട്ട് ഫില്ല് ചെയ്തു, അല്ലെ?
ഇനി നോക്കുക, ഇനി നോക്കുമ്പോൾ ഇനി നെക്സ്റ്റ് എന്താണ്? അപ്പം 4 എനിക്ക് ഔട്ട്പുട്ട് വന്നു, ഞാൻ അതിനെ ട്രൂ ആക്കിയതുകൊണ്ട്, വിസിറ്റ് ചെയ്ത് ട്രൂ ആക്കിയതുകൊണ്ട് എനിക്ക് 4 ഔട്ട്പുട്ട് വന്നു. ഇനി നെക്സ്റ്റ് 2 ആണല്ലേ. അപ്പൊ 2 ഓൾറെഡി നമ്മൾ വിസിറ്റ് ചെയ്തതാണ് അല്ലെ, നമ്മുടെ ഔട്ട്പുട്ട് നോക്കി നമുക്കറിയാവും ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2വിനെ ഇനി വിസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി എനിക്ക് ഞാൻ പോകുന്നത് 8ലോട്ടാണ്. അതായത് V4 ഞാൻ V2ലോട്ട് ഇനിയും പോകത്തില്ല, ഞാൻ V4 നിന്ന് V8ലേക്കേ പോകത്തുള്ളൂ. ഓക്കെ, കാരണം എന്താണ്? V2 എന്ന് പറയുന്നത് അല്ലെങ്കിൽ 2 എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്. ഈ 1 2 3 എന്നൊക്കെ എഴുതുന്നത് V1 V2 V3 എന്നാണ്. ഓക്കെ, അപ്പൊ ഞാൻ അവിടെ V എന്നത് ഒഴിവാക്കുന്നതാണ്, ജസ്റ്റ് 1 2 3 എന്ന് കൊടുക്കുന്നതാണ്. ഓക്കെ, ദെൻ ഞാൻ നെക്സ്റ്റ് പോകുന്നത് 8 അല്ലെ, 8 ആണ് എനിക്ക് വിസിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ 8ലേക്ക് പോകുന്നു. സോ ഞാൻ അവിടെ നിന്ന് വിസിറ്റ് ചെയ്തു 8. അപ്പൊ അവിടെ നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് 8നെ എന്ത് ചെയ്തു? വിസിറ്റ് ചെയ്തു, അതിനെ ഞാൻ ട്രൂ ആക്കി അല്ലെ. ഇനി ഞാൻ നോക്കുകയാണ്, എനിക്ക് ഈ V8ൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? V4ൽ പോകാം, V5ൽ പോകാം, V6ൽ പോകാം, ദെൻ V7ലും പോകാം അല്ലെ. ഈ 4 നോഡിലേക്കും എനിക്ക് V8ൽ നിന്ന് പോകാൻ പറ്റും. സോ അതൊക്കെ ഞാൻ ഫിൽ ചെയ്യാൻ പോവാണ്. സോ ഞാൻ 8നെ ട്രൂ ആക്കിയപ്പോൾ എന്റെ ഔട്ട്പുട്ടിൽ എന്ത് വന്നു? 8 വന്നു അല്ലെ. 8 ഞാൻ വിസിറ്റ് ചെയ്തതിനെ ഞാൻ ട്രൂ ആക്കിയില്ല, അപ്പൊ എന്റെ ഔട്ട്പുട്ടിൽ 8 വന്നു. ദെൻ ഞാൻ എങ്ങോട്ട്? 4ലേക്ക് പോവാം, 5ലേക്ക് പോവാം, 6ലേക്കും പോവാം, 7ലേക്കും പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഞാൻ ഇനി എനിക്ക് എന്താണ്? എനിക്ക് നെക്സ്റ്റ് പോകാനുള്ളത് V4 ആണ് അല്ലെ. അപ്പൊ ഈ V4 അതായത് 4ലേക്ക്, അപ്പൊ ഞാൻ നോക്കുമ്പോൾ 4 ഓൾറെഡി എന്റെ വിസിറ്റഡ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് V4ലേക്ക് പോകേണ്ട കാര്യമില്ല. ദെൻ V5, നെക്സ്റ്റ് V5 ആണ്. അപ്പൊ എനിക്ക് V5ലാണ് നെക്സ്റ്റ് ഞാൻ പോകുന്നത് അല്ലെ. V8ൽ നിന്ന് V5ലേക്കാണ് ഞാൻ പോകുന്നത്. സോ 5ൽ നിന്ന് ഞാൻ പോയി. സോ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 5നെ ഞാൻ വിസിറ്റ് ചെയ്തു, അതിനെ ഞാൻ ട്രൂ ആക്കി. ട്രൂ ആക്കുമ്പോഴത്തേക്കിന് എന്റെ ഔട്ട്പുട്ടിൽ 5 വന്നു അല്ലെ. 5നെ വിസിറ്റ് ചെയ്തു, ട്രൂ ആക്കി, അപ്പൊ എന്റെ ഔട്ട്പുട്ടിൽ 5 വന്നു. ദെൻ 5ൽ നിന്ന് എങ്ങോട്ട് എനിക്ക് പോകാൻ പറ്റും? 5ൽ നിന്ന് എനിക്ക് 2ലേക്കും പോകാം, 8ലേക്കും പോകാം അല്ലെ. 2ലേക്കും പോകാം, 8ലേക്കും പോകാം. സോ ഞാൻ അത് കൊടുത്തു, 2ലേക്കും 8ലേക്കും പോകാൻ പറ്റി അല്ലെ. അപ്പൊ V5 എന്ന നോഡിൽ നിന്ന് ഒന്നെങ്കിൽ എനിക്ക് V2ലോട്ട് പോകാം, അല്ലെങ്കിൽ V8ലേക്ക് പോകാം അല്ലെ. അതുകൊണ്ടാണ് ഞാൻ 2 8 കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ നെക്സ്റ്റ് നോക്കുകയാണ് 2 അല്ലെ. 2 നോക്കുമ്പോൾ എന്താ? ഓൾറെഡി ഞാൻ വിസിറ്റ് ചെയ്തതാണ്, അതുകൊണ്ട് എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. 8 നോക്കുമ്പോൾ എന്താ? അതും ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്, അപ്പൊ എനിക്ക് അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ പഴയ ഇതിലേക്ക് തിരിച്ചു വരും, പഴയ സ്റ്റാക്കിലേക്ക് ഞാൻ റിട്ടേൺ വരും. ഓക്കെ, പഴയ സ്റ്റാക്കിലേക്ക് റിട്ടേൺ വന്നു. അവിടെ വരുമ്പോഴത്തേക്കിനും എന്താ സംഭവിക്കുന്നത്? ഇവിടെ 6 ആണല്ലേ. അപ്പൊ 5 ഓൾറെഡി പെർഫോം ചെയ്തു, ഇനി 6 ആണ്. അപ്പൊ 6 ആണ് പെർഫോം ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ V6ലാണ് ഇനി നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? V6ൽ നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ ഞാൻ 6നെ എന്ത് ചെയ്തു? 6നെ വിസിറ്റ് ചെയ്തു, അതിനെ ട്രൂ ആക്കി. അങ്ങനെയാണ് എന്റെ ഔട്ട്പുട്ടിൽ 6 വന്നു അല്ലെ. 6നെ വിസിറ്റ് ചെയ്തു, ട്രൂ ആക്കി, എന്റെ ഔട്ട്പുട്ടിൽ 6 വന്നു. ഓക്കെ, ഇനി എനിക്ക് V6ൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? V3ലോട്ടും പോകാം, V8ലേക്കും പോകാം അല്ലെ. സോ എനിക്ക് V3ലേക്കും പോകാം, V8ലേക്കും പോകാം. സോ ഞാൻ 3 8 കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ നെക്സ്റ്റ് നോക്കുന്നതാണ് 3യിലാണ് ഞാൻ ഇനിയിപ്പം വിസിറ്റ് ചെയ്യാൻ പോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഓക്കെ, എനിക്ക് 3 വിസിറ്റ് ചെയ്യാൻ പറ്റും, കാരണം ഞാൻ ഓൾറെഡി ഇത് വിസിറ്റ് ചെയ്തിട്ടില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 3യിൽ നിന്ന് ഞാൻ പോകും. അപ്പൊ 3യിൽ നിന്ന് ഞാൻ 3യെ വിസിറ്റ് ചെയ്തു, അതിനെ ട്രൂ ആക്കി, എന്നിട്ട് എന്റെ ഔട്ട്പുട്ടിൽ 3 വന്നു. ഓക്കെ, ദെൻ ഇനി നോക്കുന്നത് എന്താണ്? 3യിൽ നിന്ന് എനിക്ക് എങ്ങോട്ടൊക്കെ പോകാം? അതായത് V3യിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാം? V3യിൽ നിന്ന് എനിക്ക് V1ലോട്ട് പോകാം, V6ലേക്ക് പോകാം, V7ലോട്ടും പോകാം അല്ലെ. 3 ഓപ്ഷൻ ഉണ്ട്. V3യിൽ നിന്ന് V1ലോട്ട് പോകാം, V6ലേക്ക് പോകാം, V7ലേക്ക് പോകാം. സോ ഞാൻ എന്ത് ചെയ്തു? V1ലേക്ക് പോകാം, പിന്നെ V6ലേക്ക് പോകാം, V7ലേക്ക് പോകാം. സോ 1 6 7 വെച്ച് ഞാൻ ഫിൽ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക 1 ആണ് അല്ലെ. ഇപ്പൊ 1 ഓൾറെഡി ഞാൻ വിസിറ്റഡ് ആണ്, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാനില്ല. 6 നോക്കുമ്പോൾ 6 ഓൾറെഡി വിസിറ്റഡ് ആണ്, ഒന്നും ചെയ്യാനില്ല. ദെൻ 7 ആണ് അല്ലെ. അപ്പൊ 7 നോക്കുമ്പോൾ 7 വിസിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദെൻ എന്ത് ചെയ്യും? അവിടെ നിന്ന് പുതിയൊരു സ്റ്റാക്ക്. സോ അവിടെ ഞാൻ 7നെ ഞാൻ ട്രൂ ആക്കി. അങ്ങനെയാണ് എന്റെ ഔട്ട്പുട്ടിൽ 7 വന്നു. ഓക്കെ, അപ്പൊ 7നെ ഞാൻ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ ഔട്ട്പുട്ടിൽ 7 വന്നു. ദെൻ 7ൽ നിന്ന് എനിക്ക് എങ്ങോട്ടൊക്കെ പോകാം? 7ൽ നിന്ന് V3യിലേക്ക് പോകാം, V8ലേക്കും പോകാം അല്ലെ. അതായത് V7ൽ നിന്ന് V3യിലേക്കും V8ലേക്കും പോകാം. അപ്പം 3യിലേക്കും പോകാം, 8ലേക്കും പോകാം. ഓക്കെ, ദെൻ ഞാൻ നോക്കുകയാണ് 3യും 8ഉം അല്ലെ. അപ്പൊ 3യും 8ഉം നോക്കി കഴിഞ്ഞാൽ എന്താ? 3 ഓൾറെഡി ഞാൻ വിസിറ്റ് ചെയ്തു, 8 ഓൾറെഡി ഞാൻ വിസിറ്റ് ചെയ്തു അല്ലെ. അപ്പൊ ഇനി ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഒന്നുമില്ല, എല്ലാ നോഡുകളും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വിസിറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഇത് കൺട്രോൾ നേരെ തിരിച്ചു വരും, നേരെ പഴയ സ്റ്റാക്കിലേക്ക് വരും. ദെൻ അവിടെ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ദെൻ പഴയതിലേക്ക് വരും, അവിടെ എല്ലാം കംപ്ലീറ്റഡ് ആണ്. ദെൻ ഇങ്ങനെ പോയി ലാസ്റ്റ് എന്ത് വരും? ഈ ഫസ്റ്റ് സ്റ്റാക്കിലേക്ക് തന്നെ കൺട്രോൾ തിരിച്ചു വരും, കാരണം എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഓക്കെ, ഓരോന്നോരോന്ന് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്ന് കാണുമ്പോൾ പഴയ സ്റ്റാക്കിലേക്ക് വന്ന് ലാസ്റ്റ് ഈ സ്റ്റാക്കിലേക്ക് തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എന്താ? എല്ലാ നോഡുകളും നമ്മൾ വിസിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്ത ആ ഒരു ഓർഡർ എങ്ങനെയാണ്? 1 2 4 8 5 6 3 7. ഓക്കെ, അപ്പൊ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ഗ്രാഫിനെ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ചെയ്തത്, DFS ചെയ്തത്. അപ്പൊ DFS ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഓർഡർ ആണിത്. അതായത് വിസിറ്റ് ചെയ്ത ആ ഒരു ഓർഡർ ആണ് കിട്ടിയത്. ആ ഓർഡർ ആണ് എഴുതിയിരിക്കുന്നത് 1 2 4 8 5 6 3 7. ഓക്കെ, ഇനി
നമ്മൾ ഈ ഒരു DFS VFS ഒക്കെ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ ട്രാവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ട്രീ കിട്ടും. ട്രീ ആണ് കിട്ടുന്നത്. നമ്മൾ ഗ്രാഫിനെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ നമുക്കൊരു ട്രീ കിട്ടും. ആ ട്രീയെ നമ്മൾ പറയുന്ന പേരാണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഗ്രാഫിനെ ട്രാവേഴ്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്ന സ്പാനിങ് ട്രീ എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്ന് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫിനെ വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സ്പാനിങ് ട്രീ, അതായത് ഫസ്റ്റ് 1 ആണ് നമ്മുടെ ഔട്ട്പുട്ട്. സോ 1, ദെൻ സെക്കൻഡ് 2 ആണ്, 2 ഔട്ട്പുട്ട്. അപ്പോൾ നോക്കുക, ഈ ഒരു തന്നിരിക്കുന്ന ഗ്രാഫിൽ എങ്ങനെയാണോ ആ സ്റ്റൈല്, അതേ സ്റ്റൈല് ഓർഡർ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1 ഇവിടെ വന്നു, 2 താഴെ വന്നു. ഇത് തന്നെയാണ് ഗ്രാഫിലും കിടക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗ്രാഫിലും ഉള്ളത് അല്ലെ. ഇനി 4 ആണ് നെക്സ്റ്റ്, അപ്പോൾ 4 ഇവിടെ തന്നെ വന്നു. ദെൻ 8 ആണ്, 8 എവിടെ വന്നു, 8 താഴെ വന്നു. സോ 8 വന്നു. ദെൻ 5 എന്ന് പറഞ്ഞ് ഇവിടുന്ന് മുകളിലേക്ക്. ഓക്കെ, അപ്പൊ ഗ്രാഫിൽ ഇവിടെ 8ൽ നിന്ന് മുകളിലേക്കാണ് 5 കൊടുത്തിരിക്കുന്നത്. ദെൻ എന്താണ് 6 എന്ന് പറഞ്ഞാൽ 8ൽ നിന്ന് ഇങ്ങോട്ട് 6. ദെൻ 3 ആണ് വന്നേക്കുന്നത് അല്ലേ. അപ്പം 6ൽ നിന്നാണ് 3. അപ്പൊ ഗ്രാഫ് നമുക്ക് തന്ന ഗ്രാഫിൽ നോക്കിയാലും V6 നിന്നാണ് V3. സോ 6ൽ നിന്ന് 3, ദെൻ 7, 3ൽ നിന്ന് 7. സോ ഇവിടെ 3ൽ നിന്ന് 7. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ ട്രീ എന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ സൈക്കിൾ ഇല്ല, ഇവിടെ ഓരോ എഡ്ജുകൾ തമ്മിൽ കണക്റ്റഡ് അല്ല. സോ അതുകൊണ്ട് ഇവിടെ സൈക്കിൾ ഒന്നും എക്സിസ്റ്റ് അല്ല അല്ലെ. അതുകൊണ്ട് നമ്മൾ ഇതിനെ സ്പാനിങ് ട്രീ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ട്രാവേഴ്സൽ ചെയ്ത് കഴിയുമ്പോൾ, ഗ്രാഫിനെ ട്രാവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ട്രീ ആണ് എന്ത്, സ്പാനിങ് ട്രീ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ DFS ആണ് ചെയ്തത്. DFS ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ സ്പാനിങ് ട്രീ ആണ്. അപ്പൊ നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഔട്ട്പുട്ട് എഴുതിയിട്ട് ഇതുപോലെ സ്പാനിങ് ട്രീ ക്രിയേറ്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ ഈ ട്രീ എങ്ങനെ ഇങ്ങനെ ഈ ഒരു സ്റ്റൈലിൽ ഇങ്ങനെ വരച്ചു നോക്കിയാൽ ഈ ഗ്രാഫിൽ എങ്ങനെയാണോ സ്റ്റൈൽ കൊടുത്തേക്കുന്നത് അതേ ഓർഡറിൽ തന്നെ വരച്ച് വരച്ച് പോയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ സൈക്കിൾ ഒന്നും വരത്തില്ല. അപ്പൊ ഇത് ട്രീ ആണല്ലോ, അപ്പൊ ട്രീ ആകുമ്പോൾ ഒരിക്കലും സൈക്കിൾ വരത്തില്ല. ഒരു റിലേഷൻഷിപ്പ്, പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് പോലെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സോ ഈ ടൈപ്പ് ഓഫ് ട്രീയെ പറയുന്ന പേരാണ് സ്പാനിങ് ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് DFS, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. സോ ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. ഇനി നമുക്ക് ഡയറക്റ്റഡ് ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.